എൻ്റെ പേര് പ്രകാശ്. ഈ അടുത്ത് വരുന്ന മെയ് 24-ന് എൻ്റെ ഒരു പുസ്തകം പ്രകാശനം നടത്തുന്നുണ്ട്. ശ്രീപദങ്ങൾ എന്നാണ് പേര്. അതിലെ ഒരു കവിത ഞാൻ വായിക്കുകയാണ്. എനിക്ക് കവിത ചൊല്ലാൻ അറിഞ്ഞൂടാ. ഞാൻ എഴുതിയ കവിത തന്നെ ഞാൻ വായിക്കുന്നു. ഞാൻ പൊതുവെ എഴുതുന്നത് പ്രണയ കവിതകളാണ്. എൻ്റെ എഴുത്തുകളിൽ ഞാനുണ്ടെന്ന് പറഞ്ഞു വെച്ചൊരാൾ ഇന്നലെ എന്നോട് കലഹിച്ചു. പുസ്തകങ്ങളിൽ മസ്തകം ചേർത്ത് ഞാൻ എത്ര വാക്കുകളെ പറ്റുന്ന ചോദ്യകർത്താവിന് മനസ്സിലായില്ല. മനസ്സറിയാൻ വന്നവരൊന്നും എൻ്റെ മനസ്സിൽ കൂടുകൂട്ടിയില്ലേ എന്ന ചോദ്യത്തിൽ ഞാൻ പതറിയില്ല. അറിയാൻ വന്ന് വിലയിട്ട് വാങ്ങാൻ വിൽക്കാൻ വെച്ച പുസ്തകമല്ല ഞാനെന്ന് എങ്ങനെ പറയാതെ അറിയും? അറിയാൻ വന്ന് വിലയിട്ട് വാങ്ങാൻ വിൽക്കാൻ വെച്ചൊരു പുസ്തകമല്ല ഞാനെന്ന് എങ്ങനെ പറയാതെ അറിയും? എൻ്റെ ഉള്ളിലേക്കുള്ള വഴി ഉള്ളി പൊളിക്കും പോലെയാണെന്നും കണ്ണുനീരും കൊണ്ട് പോവേണ്ടി വരുമെന്നും കയറുന്നവർ അറിയാതെ പോകട്ടെ. എൻ്റെ ഉള്ളിലേക്കുള്ള വഴി ഉള്ളി പൊളിക്കും പോലെയാണെന്നും കണ്ണുനീരും കൊണ്ട് മടങ്ങിപ്പോവേണ്ടി വരുമെന്നും കയറുന്നവർ അറിയാതെ പോകട്ടെ. ഇനിയും പ്രണയാക്ഷരങ്ങളിൽ എന്നെ തിരഞ്ഞു വരും മുമ്പ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്നെ പരിചയിച്ചോണം. ഇനിയും പ്രണയാക്ഷരങ്ങളിൽ എന്നെ തിരഞ്ഞു വരും മുൻപ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്നെ പരിചയിച്ചോണം. മനസ്സിൽ എണ്ണിയാലൊടുങ്ങാത്ത സ്നേഹം തുളുമ്പുന്ന 1000 മൺചിരാതുകൾ തുളുമ്പി നിൽപ്പുണ്ട് അന്നും ഇന്നും എന്നും. മനസ്സിൽ എണ്ണിയാലൊടുങ്ങാത്ത സ്നേഹം തുളുമ്പി നിൽക്കുന്ന 1000 മൺചിരാതുകൾ തുളുമ്പി നിൽപ്പുണ്ട് അന്നും ഇന്നും എന്നും. പ്രപഞ്ച സൃഷ്ടമുനി പ്രതികാരവാദിയായി പൊട്ടിത്തരയണം, പൊട്ടിച്ചിരിക്കണം, നോവും ഓർമ്മകൾ. ചരിത്രങ്ങൾ നിരവധിയുള്ള പത്മനാഭപുരം പാലസിലേക്കാണ് നമ്മൾ എത്തുന്നത്.